വിത്ത് വിഷ്വൽ ചിന്തിച്ചിട്ട് സാധാരണ മനുഷ്യന് ഇത് കണ്ടില്ലെങ്കിലും അതിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ആ ഈണം കേൾക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കാൻ തോന്നണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ആ പാട്ട് ഹിറ്റാണ്. ഇപ്പോൾ ദാസേട്ടൻ നമ്മൾ പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസേട്ടനോട് ഒരു കോമഡി പാട്ട് പാടണം എന്നുകൊണ്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കും. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട്. ആ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അപ്പോൾ പുള്ളി അതൊരു കോമഡിയായിട്ട് പാടിക്കൊണ്ട് അത് ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ ആണത് സ്ക്രീനിൽ അഭിനയിച്ചേക്കുന്നത്. ആ പാടിക്കൊണ്ടിട്ട് പുള്ളി കോമഡിയായിട്ട് പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ദാസേട്ടാതെ പുള്ളി ഒരു റിട്ടയർഡ് തഹസിൽദാരാണ്, അപ്പോൾ ഇത്രയും കോമഡി വേണ്ട. അങ്ങനെയുണ്ടല്ലേ, എന്നാൽ കുറക്കാം. പുള്ളി ഇത്തിരി കുറച്ച്. അപ്പോൾ പുള്ളിക്ക് ആ മെഷർമെൻ്റൊക്കെ കൃത്യമാണ് ഉള്ളിൽ. അപ്പോൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാരമാണ്. നമ്മുടെ മനസ്സിലേക്ക് കയറ്റണം എന്ന് വിചാരിച്ചാൽ പുള്ളിയെ നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കും. കമ്പോസ് ചെയ്യുന്ന ആളും ജനങ്ങളുടെ മനസ്സിൽ ഇത് കയറണമെന്ന് വിചാരിച്ചാൽ അവൻ ആ ടൈപ്പുള്ളത് ചിന്തിക്കുള്ളൂ. ഈ ചിന്തകളും ബ്രെയിനും മനസ്സും എല്ലാം കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. കമ്പ്യൂട്ടറിനകത്ത് നടക്കില്ല. കമ്പ്യൂട്ടറിൽ ശബ്ദങ്ങൾ വെച്ചിട്ട് അതിനകത്ത് വരികൾ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന സാധനമാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പോകണം. ഇന്നത് കുറഞ്ഞു. തീർത്ത് പറയണില്ല. ചിലതൊക്കെ സമയത്തൊക്കെ നല്ല പാട്ടുകൾ വരുന്നുണ്ട് അതിനകത്ത് നിന്ന്. അത് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള സാധനം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും.